ദേവാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. CPI ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായി CPI വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാകാതിരുന്ന പ്രസ്ഥാനമാണ് RSS എന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ കൃഷിമന്ത്രിയുമായ VS സുനിൽകുമാർ ഓട്ടുപാറയിൽ CPI വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവര് പറഞ്ഞിരുന്നൊരു കാര്യം, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഊർജം ബ്രിട്ടീഷുകാർക്കെതിരായി പോരാട്ടം നടത്തി കളയേണ്ടതല്ല. നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ പുതിയ തലമുറ നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഊർജം അതിനുവേണ്ടി ചെലവഴിക്കണം എന്നുള്ളതായിരുന്നു അവര് പ്രഖ്യാപിച്ച കാര്യം. ആരായിരുന്നു RSSന്റെ ആഭ്യന്തര ശത്രുക്കൾ? ഒന്നാമത്തെ ശത്രു ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളായിരിക്കുന്ന മുസ്ലിങ്ങളും മതന്യൂനപക്ഷമായിരിക്കുന്ന ക്രിസ്ത്യാനികളും വർഗസമര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുമാണ് RSSനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3 ശത്രുക്കൾ. ആ ശത്രുക്കൾക്കെതിരായിട്ടുള്ള അവർ ഉന്മൂലനം ചെയ്യാനുള്ള പോരാട്ടമാണ് ആത്യന്തികമായി നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് ഒരർത്ഥസംഖ്യകളില്ലാത്ത വിധം പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് RSS. ഞാൻ ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോ, എന്താണ് RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച് RSS തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചത്. ആഭ്യന്തര ശത്രുക്കൾക്കെതിരായുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതിന് വേണ്ട നിലപാടാണ് RSS സ്വീകരിച്ചത്. മതന്യൂനപക്ഷമായിരുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വർഗസമര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുമായിരുന്നു RSSനെ സംബന്ധിച്ച് 3 ആഭ്യന്തര ശത്രുക്കളെന്നും അതിനുവേണ്ടിയുള്ള പോരാട്ടമായിരുന്നു RSS നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും VS സുനിൽകുമാർ വ്യക്തമാക്കി. അദാനി സ്കാം അന്വേഷിക്കുക, മോദി സർക്കാരിന്റെ ചങ്ങാത്ത മുതലാളിത്ത നയങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക, വർഗീയ കലാപങ്ങൾക്ക് അറുതി വരുത്തുക, അസ്പ പട്ടാള നിയമം പിൻവലിക്കുക, മണിപ്പൂർ സർക്കാർ രാജിവെക്കുക, BJP സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് CPI ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. AR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നേതാക്കളായ അഡ്വക്കേറ്റ് PK പ്രസാദ്, ലിനി ഷാജി, KK ചന്ദ്രൻ, MA വേലായുധൻ, PV സുധീർ, EN ശശി, ഷീല മോഹൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, ഓട്ടുപാറ.